ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മുടെ ഡേ 2യുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡേ 1 വെച്ച് നോക്കുമ്പോൾ ഡേ 2 കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എന്താ പറയുക, കുറച്ചും കൂടി ഒരു കോമ്പറ്റേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാവർക്കും മനസ്സിലായി തോന്നിക്കാണും. കാരണം എന്താ പറയുക, ഡേ 1 ഒരു പൂജ കാരണം ഉണ്ടായിരുന്ന ഒരു പൂജ, കണ്ടസ്റ്റൻറ്റ് പൂജ കാരണം ഉണ്ടായിരുന്ന എന്താ പറയുക, ഒരു ചെറിയ കണ്ടൻറ്റ് മാത്രമേ നമുക്കൊരു എക്സ്ട്രാ ആയി തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഡേ 2 മറ്റൊരു പൂജ ആ പൂജനെ തള്ളി പറയുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് എന്താ പറയുക, രണ്ട് പൂജകളും തമ്മിൽ ഒരുമിച്ചൊക്കെ വരികയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് വഴിയെ അതും ഉണ്ടാവും, അതും കാണേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു. ഡേ 1 ഒരു പൂജ തൻ്റെ കീ മറ്റൊരാൾക്ക് കൊടുക്കുകയും അത് തൻ്റെ തന്നെയാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടായിരുന്നു. ആൻഡ് ആ പൂജ പിന്നീട് ഇന്നാവുകയാണ് ചെയ്തത്. ബട്ട് ഗെയിം കളിച്ചപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അങ്ങോട്ട് റെഡി ആയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഡേ 2 അടുത്തൊരു പൂജയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ പൂജ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു അലമ്പാണോ എന്ന് എനിക്കും തോന്നി. കാരണം കുറച്ചൊന്നും ഓവർ സ്മാർട്ടായിട്ട് സംസാരിക്കുന്നില്ലേ എന്നൊരു ഡൗട്ട് എനിക്കും തോന്നി. അത് നിങ്ങൾക്ക് തോന്നിക്കാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും ജഡ്ജസിനും ആളുടെ സംസാരം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആൻഡ് കണ്ടസ്റ്റൻസിനെ ഡേ 2 കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, അവർ കോമ്പറ്റേറ്റീവാണ്, കുറച്ചും കൂടി ടോക്കറ്റീവാണ്. കാരണം ജഡ്ജസിനെ പറയുന്നുണ്ട് ഡേ 1 തന്നെ ഇന്നായവരെയും കാട്ടിലും കൂടുതൽ എന്താ പറയുക, ആക്റ്റീവായിട്ടും കുറച്ചും കൂടി ഒരു വാശിയോടെയൊക്കെ കളിച്ചതും നമുക്കൊരു നല്ലൊരു കണ്ടൻറ്റ് ഒക്കെ കിട്ടിയതൊക്കെ ഡേ 2 നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഡേ 2 എന്ന് ചുരുക്കി പറഞ്ഞാൽ മെയിൻ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് പോലെ തന്നെയായിരുന്നു. ആദ്യം തന്നെ അവരെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ ഒരു ചെറിയ ടോക്കിംഗ് ഉണ്ടാകുന്നു. അതായത് ഞാൻ ഓൾറെഡി അതിന് ടോക്കിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക എന്തായിരുന്നു എന്ന്. ആൻഡ് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആ ഇൻഫിനിറ്റ് പെൻഡൻറ്റിൻ്റെ കാര്യം പറയുന്നു. ആൻഡ് അതിന് ശേഷമുള്ള ഗെയിംസ് ഇന്നലത്തേതിനെക്കാട്ടും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് എന്താ പറയുക, എഗെയിൻ അവിടെ നമ്മുടെ സെക്കൻഡ് പൂജ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ ജഡ്ജസിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് പൂജയെ ഡയറക്റ്റ്ലി ഔട്ട് ഹൗസിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നത്. ഗെയിംസ് അത് നടക്കുന്നുണ്ട്, അതിന് ഇൻഫിനിറ്റ് പെൻഡൻ കിട്ടുന്നുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്, ജസ്റ്റ് ഒരു റിവ്യൂ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. നമുക്ക് ഡേ 3 കുറച്ചും കൂടി വാശി കൂടും എന്നാണ് റെനീഷ എന്തിൽ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ഇവിടെ സെക്കൻഡ് ഡേയിനെക്കാട്ടിലും വാശി കൂടുതലാണോ അതോ കുറവാണോ, എങ്ങനെയായിരിക്കും അവരുടെ ഗെയിം സ്ട്രാറ്റജീസൊക്കെ നോക്കാം. ആൻഡ് മെയിനായിട്ട് പറയുന്നത് ഇന്നലത്തെ പൂജ ഇഷ്യൂവിലുണ്ടായിരുന്ന ഈ ഒരു എന്താ പറയുക, ആളാണ് കുറച്ചും കൂടി പൂജ ഇഷ്യൂ ഉണ്ടായിരുന്നത് ഇന്നലത്തെ. ആ കീയുടെ ഇഷ്യൂവിലുണ്ടായിരുന്നു ആളാണ് ഇന്നത്തെ കുറച്ചൊരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ്സ് ഒക്കെ പുറത്ത് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര ഗെയിമിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല, നോക്കാം. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തുന്നുള്ളൂ. ആൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു.